ഹലോ സുഹൃത്തുക്കളെ, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പോരാട്ടമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ലോകരാജ്യങ്ങൾ രണ്ട് ചേരികളായി തിരിഞ്ഞ് 6 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത്. ഇന്ന് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഓരോ ചോദ്യത്തിന് പിന്നിലുമുള്ള ചില രസകരമായ വസ്തുതകളും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു പ്രത്യേക ചോദ്യവുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യോത്തരങ്ങൾ. 1. എന്നായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത്? ഉത്തരം 1939 സെപ്റ്റംബർ 1. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് ഈ യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. ബ്രിട്ടനും ഫ്രാൻസും പോളണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 2. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 2. ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങൽ രേഖകളിൽ ഒപ്പുവെച്ചതോടെ 6 വർഷം നീണ്ട ഈ ഭീകരമായ പോരാട്ടത്തിന് പൂർണ്ണമായി അറുതിയായി. 3. പ്രധാനമായും ഏതൊക്കെ ചേരികൾ തമ്മിലായിരുന്നു യുദ്ധം നടന്നത്? ഉത്തരം ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും തമ്മിൽ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവർ ആക്സിസ് പക്ഷത്തും ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നിവർ അലൈഡ് പക്ഷത്തുമായിരുന്നു അണിനിരന്നത്. 4. ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്ന ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ നാസി ചിന്താഗതികളും മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കാനുള്ള അധിനിവേശ മോഹങ്ങളുമാണ് ലോകത്തെ ഈ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. 5. യുദ്ധകാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. യുദ്ധകാലത്ത് ബ്രിട്ടനെ കടുത്ത പ്രതിസന്ധികളിലും പതറാതെ ശക്തമായി നയിച്ച നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. 6. പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1941 ഡിസംബർ 7. ഹവായിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തോടെയാണ് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയത്. 7. സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ജോസഫ് സ്റ്റാലിൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ കടുത്ത തീരുമാനങ്ങളും സൈനിക തന്ത്രങ്ങളും യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 8. ഫാസിസം ഏത് രാജ്യത്താണ് ഉദയം ചെയ്തത്? ഉത്തരം ഇറ്റലിയിൽ. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലാണ് ഫാസിസ്റ്റ് ഭരണം അവിടെ വളർന്നത്. പിന്നീട് ഇറ്റലി ജർമ്മനിയുടെ പ്രധാന സഖ്യകക്ഷിയായി മാറി. 9. ലോകചരിത്രത്തിൽ ആദ്യമായി ആറ്റം ബോംബ് പ്രയോഗിച്ചത് എവിടെയാണ്? ഉത്തരം ജപ്പാനിലെ ഹിരോഷിമയിൽ. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ബോംബ് വർഷിച്ചത്. നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിനാളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. 10. ലോകത്തെ രണ്ടാമത്തെ ആറ്റം ബോംബ് എവിടെയാണ് വീണത്? ഉത്തരം നാഗസാക്കിയിൽ. ഹിരോഷിമയ്ക്ക് ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞ്, അതായത് ഓഗസ്റ്റ് 9 അമേരിക്ക നാഗസാക്കിയിൽ രണ്ടാമത്തെ ആറ്റം ബോംബ് പ്രയോഗിച്ചത്. 11. നാഗസാക്കിയിൽ പ്രയോഗിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാറ്റ്മാൻ. പ്ലൂട്ടോണിയം ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു ബോംബായിരുന്നു ഇത്. ഹിരോഷിമയിൽ വീണ ബോംബിനേക്കാൾ പ്രഹരശേഷി ഇതിനുണ്ടായിരുന്നു. 12. ഫ്രാൻസിനെ ജർമ്മനി കീഴടക്കിയതെന്നായിരുന്നു? ഉത്തരം 1940 ജൂണിൽ. വെറും 6 ആഴ്ചത്തെ മിന്നലാക്രമണം കൊണ്ടാണ് ജർമ്മൻ സൈന്യം ശക്തമായ ഫ്രഞ്ച് പ്രതിരോധം തകർത്ത് പാരീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയത്. 13. ഡി-ഡേ എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണ്? ഉത്തരം 1944 ജൂൺ 6. ഫ്രാൻസിലെ നോർമണ്ടി കടൽത്തീരത്ത് സഖ്യകക്ഷികൾ നടത്തിയ വമ്പിച്ച സൈനിക മുന്നേറ്റമായിരുന്നു ഇത്. യൂറോപ്പിൽ ജർമ്മനിയുടെ പതനത്തിന് തുടക്കം കുറിച്ച ദിവസമാണിത്. 14. ഹോലോകാസ്റ്റ് എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം നാസി ജർമ്മനി നടത്തിയ ജൂതവംശഹത്യ. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഏകദേശം 60 ലക്ഷത്തോളം ജൂതന്മാരെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത്. 15. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട രാജ്യം ഏതാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. സൈനികരും സാധാരണക്കാരുമടക്കം ഏകദേശം 2.7 കോടി ജനങ്ങളാണ് റഷ്യയ്ക്ക് ഈ യുദ്ധത്തിൽ നഷ്ടമായത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾനാശമായിരുന്നു അത്. 16. യുദ്ധത്തിനുശേഷം ലോകസമാധാനത്തിനായി രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഉത്തരം ഐക്യരാഷ്ട്രസഭ UN.
ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുമാണ് 1945 ഇത് സ്ഥാപിച്ചത്. 17. ജർമ്മനിയുടെ സൈനിക തന്ത്രമായ ബ്ലിറ്റ്സ്ക്രീഗ് എന്നാലെന്താണ്? ഉത്തരം: മിന്നൽ യുദ്ധം. അതിവേഗത്തിൽ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഒരേസമയം ഉപയോഗിച്ച് ശത്രുരാജ്യങ്ങളെ പെട്ടെന്ന് ഞെട്ടിച്ചു കീഴടക്കുന്ന തന്ത്രമാണിത്. 18. വിൻസ്റ്റൺ ചർച്ചിലിന് തൊട്ടുമുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: നെവിൽ ചേംബർലെയ്ൻ. ഹിറ്റ്ലറെ സമാധാന ചർച്ചകളിലൂടെ ഒതുക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ജർമ്മനിയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടിവന്നു. 19. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി. റൂസ്വെൽറ്റ് എന്നന്തരിച്ചു. ഉത്തരം: 1945 ഏപ്രിലിൽ. യുദ്ധം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. തുടർന്ന് ഹാരി ട്രൂമാൻ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. 20. മരുഭൂമിയിലെ കുറുക്കൻ എന്നറിയപ്പെട്ട ജർമ്മൻ ജനറൽ ആരായിരുന്നു? ഉത്തരം: ഇർവിൻ റോമൽ. വടക്കൻ ആഫ്രിക്കൻ മരുഭൂമികളിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അദ്ദേഹം നടത്തിയ മിടുക്കനായ സൈനിക നീക്കങ്ങൾ കാരണമാണ് ഈ പേര് ലഭിച്ചത്. 21. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് എന്ന്? ഉത്തരം: 1945 ഏപ്രിൽ 30. സോവിയറ്റ് സൈന്യം ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ കീഴടക്കുമെന്ന് ഉറപ്പായതോടെ തന്റെ ഭൂഗർഭ ബങ്കറിൽ വെച്ച് അദ്ദേഹം സ്വയം ജീവനൊടുക്കി. 22. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം: ബ്രിട്ടീഷുകാർ. അക്കാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ലില്ലിത്ഗൌ പ്രഭുവായിരുന്നു. ഇന്ത്യൻ നേതാക്കളോട് ചോദിക്കാതെയാണ് അദ്ദേഹം ഇന്ത്യയെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയത്. 23. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച വൻ സൈന്യം ഏതാണ്? ഉത്തരം: ഇന്ത്യൻ നാഷണൽ ആർമി INA. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താനായി ജപ്പാന്റെയും ജർമ്മനിയുടെയും സഹായത്തോടെയാണ് അദ്ദേഹം ഈ സൈന്യത്തെ ശക്തിപ്പെടുത്തിയത്. 24. യുദ്ധത്തിന് തൊട്ടുമുമ്പ് ജപ്പാൻ അധിനിവേശം നടത്തിയ ചൈനീസ് പ്രദേശം ഏതാണ്? ഉത്തരം: മഞ്ചൂറിയ. 1931 തന്നെ ജപ്പാൻ ഇവിടെ വൻ അധിനിവേശം നടത്തിയിരുന്നു. ഇത് പസഫിക് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി. 25. സ്പെയിൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്നോ? ഉത്തരം: ഇല്ല, അവർ ഔദ്യോഗികമായി നിഷ്പക്ഷത പാലിച്ചു. ആഭ്യന്തരയുദ്ധം കഴിഞ്ഞ് തകർന്നു കിടക്കുകയായിരുന്നതിനാൽ സ്പെയിൻ മാറിനിന്നു, എങ്കിലും അവർക്ക് ജർമ്മനിയോടും ഇറ്റലിയോടും ആഭിമുഖ്യമുണ്ടായിരുന്നു. 26. യുദ്ധകാലത്ത് അമേരിക്കൻ ആറ്റം ബോംബ് നിർമ്മാണ പദ്ധതിയുടെ രഹസ്യപ്പേര് എന്തായിരുന്നു? ഉത്തരം: മാൻഹാട്ടൻ പ്രോജക്റ്റ്. ലോകത്തെ പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ ഒരുമിച്ചുകൂട്ടി റോബർട്ട് ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലാണ് അമേരിക്ക ഈ രഹസ്യ പരീക്ഷണം നടത്തിയത്. 27. വിക്ടറി ഇൻ യൂറോപ്പ് ഡേ എന്നാഘോഷിക്കുന്നു. ഉത്തരം: മെയ് 8. ഹിറ്റ്ലറുടെ മരണശേഷവും ബെർലിന്റെ പതനത്തിനുശേഷവും ജർമ്മൻ സൈന്യം സഖ്യകക്ഷികൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയ ദിവസമാണിത്. 28. വ്ളാഡിമിർ ലെനിന്റെ മരണശേഷം സോവിയറ്റ് യൂണിയനെ നവിച്ചതാര്? ഉത്തരം: ജോസഫ് സ്റ്റാലിൻ. കടുത്ത ഭരണരീതികളിലൂടെ സോവിയറ്റ് യൂണിയനെ ഒരു വൻ വ്യാവസായിക സൈനിക ശക്തിയായി മാറ്റിയ നേതാവായിരുന്നു അദ്ദേഹം. 29. ജർമ്മൻ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം: ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ ഭരണത്തിനെതിരെ നിൽക്കുന്ന ശത്രുക്കളെയും ജൂതന്മാരെയും കണ്ടെത്തി ക്രൂരമായി പീഡിപ്പിക്കാനും തടവിലാക്കാനും ഇവർക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്നു. 30. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിന്റെ പ്രാധാന്യമെന്താണ്? ഉത്തരം: ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റിയ പോരാട്ടമായിരുന്നു. റഷ്യയിൽ വെച്ച് നടന്ന ഈ കടുത്ത യുദ്ധത്തിലാണ് ജർമ്മനിയുടെ അജേയമായ സൈന്യത്തിന് ആദ്യമായി വലിയൊരു പരാജയം നേരിടേണ്ടിവന്നത്. 31. ഇറ്റലിയുടെ ഏകാധിപതി മുസ്സോളിനി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഉത്തരം: ഇറ്റാലിയൻ വിപ്ലവകാരികൾ വെടിവെച്ചു കൊന്നു. 1945 രാജ്യം വിട്ടു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ അദ്ദേഹത്തെയും കാമുകിയെയും വധിച്ച ശേഷം മൃതദേഹം പൊതുജനമധ്യത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. 32. എനിഗ്മ എന്നാൽ എന്താണ്? ഉത്തരം: ജർമ്മൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു കോഡിംഗ് മെഷീൻ. തങ്ങളുടെ സൈനിക സന്ദേശങ്ങൾ ശത്രുക്കൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ രഹസ്യ കോഡുകളാക്കി മാറ്റാനാണ് ജർമ്മനി ഇതുപയോഗിച്ചത്. 33. എനിഗ്മ മെഷീന്റെ കോഡ് തകർത്ത പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: അലൻ ട്യൂറിംഗ്. ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിലിരുന്ന് അദ്ദേഹം നടത്തിയ ഈ കണ്ടെത്തൽ കാരണം രണ്ടാം ലോകമഹായുദ്ധം 2 വർഷം മുൻപേ അവസാനിക്കാൻ സഹായിച്ചുവെന്ന് പറയപ്പെടുന്നു. 34. യുദ്ധത്തിനുശേഷം ജർമ്മനിയുടെ തലസ്ഥാനത്ത് പണിത പ്രശസ്തമായ മതിൽ ഏതാണ്? ഉത്തരം: ബെർലിൻ മതിൽ. യുദ്ധത്തിനുശേഷം ജർമ്മനി അമേരിക്കൻ പക്ഷത്തുള്ള പടിഞ്ഞാറൻ ജർമ്മനിയായും സോവിയറ്റ് പക്ഷത്തുള്ള കിഴക്കൻ ജർമ്മനിയായും വിഭജിക്കപ്പെട്ടതിന്റെ പ്രതീകമായിരുന്നു ഈ മതിൽ. 35.
യുദ്ധകാലത്ത് അമേരിക്കൻ നാവികസേനയെ പസഫിക് മേഖലയിൽ നയിച്ച അഡ്മിറൽ ആരാണ്? ഉത്തരം ചെസ്റ്റർ നിമിറ്റ്സ്. പസഫിക് സമുദ്രത്തിൽ ജപ്പാനെതിരെയുള്ള നാവിക യുദ്ധങ്ങളിലും തന്ത്രങ്ങൾ മെനയുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 36. ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റിൽ. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്താണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ഈ ശക്തമായ സമരം തുടങ്ങിയത്. 37. യുദ്ധത്തിൽ ടാങ്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയ ജർമ്മൻ സൈനിക വിഭാഗത്തിന്റെ പേരെന്താണ്? ഉത്തരം പാൻസർ ഡിവിഷനുകൾ. ജർമ്മനിയുടെ അതിവേഗ ആക്രമണങ്ങൾ വിജയിപ്പിക്കുന്നതിൽ ഈ അത്യാധുനിക പാൻസർ ടാങ്കുകൾ വലിയ പങ്കുവഹിച്ചു. 38. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഏറ്റവും വലുതും ഭീകരവുമായത് ഏതായിരുന്നു? ഉത്തരം ഔഷ്വിറ്റ്സ് ക്യാമ്പ്. പോളണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ക്യാമ്പിലാണ് നാസികൾ ഏറ്റവും കൂടുതൽ ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് കൊന്നൊടുക്കിയത്. 39. ആക്സിസ് പവേഴ്സിലെ 3 പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. പരസ്പരം സഹായിക്കാനായി ഇവർ 3 പേരും ഒപ്പുവെച്ച കരാറാണ് ട്രൈപാർട്ടൈറ്റ് പാക്ട് എന്ന് അറിയപ്പെടുന്നത്. 40. ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങുന്ന കരാറിൽ ഒപ്പിട്ട അമേരിക്കൻ യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം USS മിസോറി. ടോക്കിയോ കടലിടുക്കിൽ നിർത്തിയിട്ടിരുന്ന ഈ കപ്പലിൽ വെച്ചാണ് ജപ്പാൻ പ്രതിനിധികൾ കീഴടങ്ങൽ രേഖകളിൽ ഒപ്പിട്ടത്. 41. യുദ്ധസമയത്ത് ലോകപ്രശസ്തമായ ആൻ ഫ്രാങ്കിന്റെ ഡയറി എഴുതപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം ആംസ്റ്റർഡാമിലെ ഒരു രഹസ്യകേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ. നാസി പട്ടാളത്തിന്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ഒരു കെട്ടിടത്തിന്റെ രഹസ്യ അറയിൽ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് ആ പെൺകുട്ടി തന്റെ അനുഭവങ്ങൾ എഴുതിയത്. 42. ബാർബറോസ ഓപ്പറേഷൻ എന്നാൽ എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? ഉത്തരം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാനായി ഹിറ്റ്ലർ തയ്യാറാക്കിയ പദ്ധതി. റഷ്യയുമായി സമാധാന കരാറുണ്ടായിരുന്നിട്ടും അത് ലംഘിച്ചുകൊണ്ട് ഹിറ്റ്ലർ നടത്തിയ വലിയൊരു അബദ്ധമായിരുന്നു ഈ ആക്രമണം. 43. ജർമ്മൻ അധിനിവേശത്തിനെതിരെ ഫ്രാൻസിനുള്ളിൽ പ്രവർത്തിച്ച വിപ്ലവകാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫ്രഞ്ച് റെസിസ്റ്റൻസ്. ജർമ്മൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ തടസ്സപ്പെടുത്താനും സഖ്യകക്ഷികളെ സഹായിക്കാനും ഇവർ രഹസ്യമായി പ്രവർത്തിച്ചു. 44. യുദ്ധത്തിനുശേഷം നാസി കുറ്റവാളികളെ വിചാരണ ചെയ്ത പ്രശസ്തമായ കോടതി ഏതാണ്? ഉത്തരം ന്യൂറംബർഗ് വിചാരണകൾ. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത ഭരണാധികാരികളെയും ജനറൽമാരെയും ഒരു കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നത്. 45. രണ്ടാം ലോകമഹായുദ്ധസമയത്ത് ജപ്പാനിലെ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ഹിരോഹിതോ ചക്രവർത്തി. യുദ്ധത്തിൽ ജപ്പാൻ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടും അമേരിക്കൻ ഭരണകൂടം അദ്ദേഹത്തെ പദവിയിൽ തുടരാൻ അനുവദിച്ചു. 46. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചിലിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗത്തിലെ വരികൾ ഏവ? ഉത്തരം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ രക്തവും കണ്ണീരും വിയർപ്പുമല്ലാതെ മറ്റൊന്നുമില്ല. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ജനങ്ങളെയും സൈന്യത്തെയും പോരാട്ടവീര്യമുള്ളവരാക്കാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. 47. ഏഷ്യയിൽ ബ്രിട്ടന്റെ ഏറ്റവും വലിയ സൈനിക താവളമായിരുന്ന ഏത് നഗരമാണ് ജപ്പാൻ പിടിച്ചടക്കിയത്? ഉത്തരം സിംഗപ്പൂർ. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക പരാജയങ്ങളിലൊന്നായാണ് സിംഗപ്പൂരിന്റെ ഈ വീഴ്ച കണക്കാക്കപ്പെടുന്നത്. 48. റഷ്യയിലെ തണുപ്പ് ജർമ്മൻ സൈന്യത്തെ എങ്ങനെയാണ് ബാധിച്ചത്? ഉത്തരം ജർമ്മൻ സൈനികരെയും വാഹനങ്ങളെയും മരവിപ്പിച്ചു കളഞ്ഞു. അതികഠിനമായ റഷ്യൻ മഞ്ഞുകാലത്തെ നേരിടാൻ ആവശ്യമായ വസ്ത്രങ്ങളോ ഇന്ധനമോ ഇല്ലാതെ വന്നത് ഹിറ്റ്ലറുടെ സൈന്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. 49. യുദ്ധം അവസാനിച്ചപ്പോൾ ലോകത്തെ നിയന്ത്രിച്ച 2 സൂപ്പർ പവറുകൾ ആരെല്ലാമായിരുന്നു? ഉത്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും. യുദ്ധത്തിനുശേഷം ഈ 2 വൻശക്തികൾ തമ്മിൽ നേരിട്ടല്ലാതെയുണ്ടായ പ്രത്യയശാസ്ത്രപരമായ മത്സരമാണ് പിന്നീട് ശീതയുദ്ധം എന്നറിയപ്പെട്ടത്. 50. ഇനി 50-ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കു വേണ്ടിയുള്ളതാണ്. ചോദ്യം: രണ്ടാം ലോകമഹായുദ്ധം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അറിവുകളും ചരിത്രവുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും സമാധാനത്തിന്റെ വില മനസ്സിലാക്കാനും ഇത്തരം അറിവുകൾ നമ്മളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ ചരിത്ര വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.